സംസ്ഥാനത്തെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കത്തിൽ സുപ്രീം കോടതിയുടെ നിർണായകമായ ഒരു ഇടപെടലാണ് അടുത്തിടെ ഉണ്ടായത്. ഗവർണർക്ക് സമ്പൂർണ്ണ തിരിച്ചടി നൽകിക്കൊണ്ട് സർക്കാർ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് ശ്രദ്ധേയമാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഏറെക്കാലമായി നിലനിന്നിരുന്ന ഭരണപരമായ അനിശ്ചിതത്വത്തിന് ഇതൊരു താൽക്കാലിക പരിഹാരം നൽകിയിരിക്കുകയാണ്. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് സർവകലാശാല ഭരണത്തിൽ ഗവർണർ എന്ന ഭരണഘടനാ പദവിയുടെ ഇടപെടലുകൾ കഴിഞ്ഞ കുറച്ചു കാലമായി വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ സർവകലാശാലകളുടെ ചാൻസലർ എന്ന നിലയിൽ നടത്തിയ നീക്കങ്ങൾ പലപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾക്കും തീരുമാനങ്ങൾക്കും വിരുദ്ധമായിരുന്നു. VC നിയമനങ്ങളിലെ ഗവർണറുടെ നിലപാടുകൾക്ക് പലപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങളുടെ പിൻബലമുണ്ടെന്നും അത് സംസ്ഥാനത്തിന്റെ സ്വയംഭരണാധികാരത്തെ ഹനിക്കാനുള്ള ശ്രമമാണെന്നും സർക്കാർ ആരോപിച്ചിരുന്നു. ഈ തർക്കങ്ങളാണ് ഒടുവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ എത്തിയത്. ഈ കേസിൽ സുപ്രീം കോടതിയുടെ ബെഞ്ച് സർക്കാരിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയുടെ ചെയർമാനായി സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് സുധാൻഷു ധൂലിയെ നിയമിച്ചു. ഗവർണറുടെ അനാവശ്യമായ രാഷ്ട്രീയ ഇടപെടലുകൾ തടയാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ശ്രദ്ധേയമാണ്. ഇതിനു പുറമെ സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് UGC പ്രതിനിധിയെ ഒഴിവാക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചു. കൂടാതെ VC നിയമനത്തിനുള്ള ചുരുക്ക പട്ടികയിൽ നിന്ന് നിയമന ശുപാർശ നൽകാനുള്ള അധികാരം ഇടക്കാല ഉത്തരവിലൂടെ മുഖ്യമന്ത്രിക്ക് നൽകി.